ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം വ്ലോഗ് തന്നെയാണ് കേട്ടോ. പാർട്ട് 2 എന്നൊക്കെ പറയാം. ഓൾറെഡി ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ്, കുറച്ച് ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഈവനിങ് വ്ലോഗായിട്ട് എടുക്കുന്നത്. കാരണം അൻപോലി മഹോത്സവമാണ്. ചുറ്റുളങ്ങര അമ്മ ഇന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറക്കി വരുന്നത്. അപ്പം അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറേ ജോലികൾ ഇങ്ങനെ നടക്കുകയാണ് ഒരു സൈഡിൽ കൂടെ. നമുക്ക് ഏറ്റവും വലിയ ജോലിപ്പാട് എന്താണെന്ന് പറയുക, ഈ ചെടിച്ചിട്ട് എല്ലാം ഇവിടുന്ന് പെറുക്കി മാറ്റണം. കാരണം എന്തായാലും നമുക്ക് ഈ ഗേറ്റ് ഇവിടെ തുറക്കാൻ പറ്റത്തുള്ളേ. ആക്ച്വലി നമുക്ക് മുറ്റം ഭയങ്കര കുറവാണ്. സോ നമുക്ക് ഈ ഒരു സ്പേസിൽ വേണം നമുക്ക് പറയൊക്കെ ഒരുക്കാനായിട്ട്. അതിനാണെങ്കിൽ നമ്മൾ ചെടിച്ചിട്ടിയൊക്കെ മാറ്റി ഒതുക്കി വെച്ചത്. എന്നാലും നമുക്ക് ആ ഗേറ്റ് ഇവിടെ തുറക്കാൻ പറ്റില്ല. കുറച്ച് പേരുടെ ഇടയ്ക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ അപ്ലോഡ് ആക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഈ ബോർഡ് എക്സാംസ് ഒക്കെ അടുത്ത് വരുന്നതുകൊണ്ടാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വ്ലോഗ്സ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ഇതിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഭയങ്കര ജോലിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആക്ച്വലി ഞാൻ കുറച്ച് ജോലിക്കള്ളിയാണ്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കുറച്ചൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പം സമയം ഏതാണ്ട് ഒരു 6 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വേണം ദീപാരാധനയ്ക്ക് പോകാനായിട്ട്. ആദ്യം ഉണ്ടല്ലോ, ഞാൻ നോർമലി നമ്മൾ വീഡിയോയ്ക്ക് കൊടുക്കുന്ന പോലെയാണ് കൊടുത്തത്. എക്സ്ട്രാ വോയിസ് ഓവർ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നാണ് ഞാൻ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടെ വായനയുടെ ഒക്കെ സൗണ്ട് കയറി വരുന്നുണ്ടായിരുന്നേ. എൻ്റെ എന്ത് സാധനം അത്യാവശ്യ സമയത്ത് നോക്കിയാൽ കാണില്ല കേട്ടോ. ഞാൻ എൻ്റെ ലിബാമാണ് ഇപ്പം തപ്പി നടക്കുന്നത്. അങ്ങനെ ഫൈനലി ഞാനത് കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഉണ്ടല്ലോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തോ വിചാരിച്ച് കുറച്ച് ഈവനിങ് വ്ലോഗായിട്ട് കുറച്ച് ലോങ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചില ഷോർട്സ് കണ്ടിട്ട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്ഥലം എവിടെയാണെന്നുള്ളത്. ഞാൻ മാവേലിക്കര ചെട്ടികുളങ്ങരയിലാണ് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഉത്സവങ്ങളെല്ലാം ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പോഴേ നമ്മുടെ ഉത്സവം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല, ബാക്കിയും പുറകെ വരുന്നതായിരിക്കും. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇതാണ്ട് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തളിച്ചു, ചാണകം മെഴുകി തളിച്ചിട്ടുണ്ട്. പിന്നെ വിളക്കൊക്കെ കത്തിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല രസമില്ല ആകാശം കാണാനായിട്ട്. അത് കണ്ടോണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തതാണ് ഈ വിഷ്വല്. കൊട്ടിൻ്റെ സൗണ്ടൊക്കെ കേട്ട് നമ്മൾ വിളക്കൊക്കെ നേരത്തെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു നമുക്ക് അബദ്ധം പറ്റിയതടാ. കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകശത്തൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ലേ, വേറെ ഒരു ഭാഗത്തേക്ക് പോയിട്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ വന്നത്. നമ്മൾ നേരത്തെ കത്തിച്ച് വെച്ചുകൊണ്ടായിരിക്കും കുറേയൊക്കെ അണഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഒന്നുകൂടെ കത്തിച്ചിട്ടുണ്ടായിരുന്നേ. അതുമാത്രമല്ല നല്ല മഴക്കോളും ചെറിയ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല കാറ്റും കൂടെ ആയപ്പോഴത്തേക്ക് വിളക്കൊക്കെ പെട്ടെന്ന് അണഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു 8:30 ആയപ്പോഴത്തേക്കായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ പറയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അത്രയും കാത്തിരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു ഇത്. അതിപ്പോൾ ഏതൊരു ഓണാട്ടുകരക്കാരിയായാലും ഓണാട്ടുകരക്കാരനായാലും ഈ നമ്മുടെ ചുറ്റുളങ്ങരമ്മ വീട്ടിലേക്ക് വരുന്ന ഒരു മൊമെൻറ്റ് അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിവൈൻ മൊമെൻ്റ് ആയിരിക്കും. പറ മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വെളുപ്പിനാണ് കേട്ടോ നമുക്ക് ഈ എഴുന്നള്ളത്തൊക്കെ ഉണ്ടാവുക. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് എഴുന്നള്ളത്ത് കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഓക്കെ, ബൈ.